സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലപ്പോഴും അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ ക്ലബ്ബുകളിലോ ഒക്കെ നന്ദി പറയുന്ന ഒരു പരിപാടിക്ക് ശേഷം നന്ദി പറയുന്ന വ്യക്തിക്ക് വലിയ ബാധ്യതയാണുള്ളത്. കാരണം പല പരാതികളും ഉയരാൻ സാധ്യതയുള്ളൊരു മേഖലയാണത്. മേഖല എന്ന് പറയുമ്പോൾ ഒരു ക്ലബിനോ അമ്പലത്തിനോ അല്ലെങ്കിൽ പള്ളിക്കോ വേണ്ടി അതായത് ഒരു ക്രെഡിറ്റ്, എൻ്റെ പേര് പറയണം എന്ന താല്പര്യമില്ലാത്തവർ പോലും അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ക്ലബിലെ പരിപാടി മാതിരിയൊക്കെ ഓണാഘോഷം തുടങ്ങിയതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ധാരാളം പേരുടെ പ്രവർത്തനം ആവശ്യപ്പെടുകയാണ്. അതിൽ ചിലർക്ക് അവരുടെ ആ ഒരു ക്രെഡിറ്റ് സൂചിപ്പിച്ച് കാണണമെന്നുള്ളതിൻ്റെ ഉള്ളിൽ ആഗ്രഹം കാണും. ചിലർക്കത് പറഞ്ഞില്ലെങ്കിലും തൻ്റെ കടമ നിർവഹിച്ചു എന്നൊരു തോന്നലാണുള്ളത്. അപ്പോൾ ഈ നന്ദി പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ചില പേരുകൾ ഒന്നുകിൽ ആർക്കും നന്ദി സൂചിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ നന്ദി സൂചിപ്പിക്കുമ്പോൾ ചിലരുടെ പേര് മനഃപൂർവ്വം അല്ലെങ്കിലും നന്ദി പറയുന്ന വ്യക്തി വിട്ടുപോകാം. ചിലപ്പോൾ അത് മാനുഷികമാണ്, സ്വാഭാവികമാണ്. അപ്പോൾ അതൊരു വലിയ പരാതിയിലേക്കും മറ്റും വരും. കാരണം ഇന്നാരുടെ പേര് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, ഞാനാണ് കൂടുതൽ സംഭാവന തന്നത്, അല്ലെങ്കിൽ കൂടുതൽ ദേഹണ്ണം ഇവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ മനഃപൂർവ്വമല്ല, അത് ആ കോവിലിൻ്റെയോ അല്ലെങ്കിൽ പള്ളിയുടെയോ അല്ലെങ്കിൽ ക്ലബിൻ്റെയോ ഒക്കെ ആ പ്രവർത്തകരെ, അതിൻ്റെ ആ കമ്മിറ്റി പ്രവർത്തകർക്കത് മോശം പേരിനും അല്ലെങ്കിൽ അത് പരിഭവങ്ങൾക്കും വിരോധങ്ങൾക്കും ഒക്കെ പാത്രമാക്കുന്നു. അപ്പോൾ നന്ദി പ്രകാശിപ്പിക്കുന്ന വ്യക്തി മനഃപൂർവ്വം അല്ല, അതല്ലെങ്കിൽ അത് ബ്രീഫ് ചെയ്യുന്ന ഈ ഒരു ആർക്കൊക്കെ നന്ദി പറയണമെന്ന് ചുമതലപ്പെട്ടവർ ബ്രീഫ് ചെയ്ത് നന്ദി പറയുന്നവൻ്റെ കയ്യിൽ കൊടുക്കുന്ന കടലാസിൽ ആ പേര് വിട്ടുപോയിട്ടുണ്ടാവാം. അത് മനഃപൂർവ്വമായിരിക്കില്ല എന്നതാണ് പ്രധാനം. എങ്കിൽ പോലും അത് പരിഭവങ്ങൾക്കും വിരോധങ്ങൾക്കുമൊക്കെ കാരണമാകുന്നു. ചിലപ്പോൾ ഈ വ്യക്തി തുടർന്നുള്ള ഇവരുടെ സംരംഭങ്ങളിൽ നിന്ന് ചിലപ്പോൾ വിട്ടുനിന്നു എന്നും വരാം. അപ്പോൾ ഇവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുലശേഖരം കോൺവെൻറ്റിൽ ദീർഘനേരം ഒരു വ്യക്തിയെ കാത്ത് ആ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കേണ്ടിയും ഇരിക്കേണ്ടിയും ഒക്കെ വന്നു. അപ്പോഴാണ് ആ കോൺവെൻറ്റിന് സമീപമുള്ള പ്രസിദ്ധമായ ക്രിസ്ത്യൻ പള്ളിയിൽ ഉത്സവം നടക്കുകയാണ്. ഞാൻ ഈ വിഷയം ആ ദിവസം ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൽ കാത്തുനിന്ന ദിവസം ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഞാൻ ആ വെയിറ്റിംഗ് ഷെഡിൽ എൻ്റെ സുഹൃത്തിനെ കാത്ത് ഇരിക്കുന്ന സമയത്ത് അത്രയും നന്ദി പ്രകാശനമായിരുന്നു. ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ നന്ദി പ്രകാശനം നടക്കുകയാണ്. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറുമെങ്കിലും നന്ദി പ്രകാശന കർമ്മം നീണ്ടുപോയി എന്ന് വേണം പറയാൻ. അപ്പോൾ ഞാനും അത് ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം എല്ലാ വ്യക്തികളുടെയും അവിടെ പേര് സൂചിപ്പിക്കുകയാണ്. ആരൊക്കെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു, അത് അത്ര സൂക്ഷ്മമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കാരണം പാചകത്തിൻ്റെ സഹായി സ്ത്രീ മുതൽ പിന്നെ അവിടെ മറ്റ് വലുതും ചെറുതുമായ സഹായങ്ങൾ ചെയ്ത ഇതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട മത പുരോഹിതർ അല്ലെങ്കിൽ നാട്ടിലെ പ്രധാനികൾ, വാർത്താ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ വാർത്തയൊക്കെ നൽകിയവർ തുടങ്ങി ഏതാണ്ട് 3/4 മണിക്കൂറോളം വിശദമായി തന്നെ അതിൻ്റെ പ്രവർത്തകൻ പറയുകയുണ്ടായി. ഞാനതവിടെ നിൽക്കേണ്ടി വരികയും ഇത് കേൾക്കേണ്ടി വരികയും ഒക്കെ
ചെയ്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശദമായി. കാരണം അത് കേട്ടവർക്കൊക്കെ അത് മനസ്സിലാകും. കാരണം തുടക്കം മുതൽ ഉത്സവം ക്രമീകരിക്കുന്നത് മുതൽ ആരൊക്കെ ഇതിനെ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തോ അവരുടെ സാന്നിധ്യമുണ്ടായി അവരെയൊക്കെ വരി വരിയായി വിവരിക്കുകയുണ്ടായി. അതൊരു നല്ല പ്രവണതയാണ്. അപ്പോൾ അതിലെന്താണ് പ്രത്യേകത എന്ന് ചിലർക്കെങ്കിലും തോന്നാം. ഇപ്പം നന്ദി സ്വാഭാവികമായി ഒരു ചടങ്ങിന് ശേഷം പറയുന്നതിനല്ലോ. ഇതിലെന്താണ് ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ദീർഘനേരം ഒരു പേര് പോലും പരമാവധി വിട്ടുപോകാതെ നന്ദി പ്രകാശിപ്പിക്കുന്ന വ്യക്തിയെ ഇവിടെ പറയുന്നത് കണ്ടു. അതാണ് ഞാനിവിടെ എന്നെ ആകർഷിച്ചതും ഞാനിവിടെ പറയുന്നതും. അപ്പോൾ ഇതിൽ പോലും ചിലപ്പോൾ 1-2 പേർക്ക് പരാതി ഉണ്ടാകാം. എങ്കിൽ പോലും വിശദമായി അതിൻ്റെ ഓരോ ഫാക്കൽറ്റിയും, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, പാചകം, അലങ്കാരം, വാർത്താമാധ്യമം, അതിൻ്റെ വാർത്ത നൽകിയവർ തുടങ്ങി പിന്നെ മറ്റ് പന്തൽ കെട്ടുകാർ, മറ്റ് ഇതുമായി ഒരു ഉത്സവത്തിന് ഏതെല്ലാം രീതിയിൽ നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടവർ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നതാണ്. ഇത് മാതൃകാപരമാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇത് കേൾക്കാനിട വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, പ്രതികരിക്കുക. നിങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടേതായ ഒരു കമൻറ്റ് സൂചിപ്പിക്കുക. തെറ്റാണോ ശരിയാണോ സൂചിപ്പിക്കുക. മറ്റൊരു ഞാൻ ഫേസ്ബുക്കിൽ സൂചിപ്പിച്ചാണ് ഒരു നിങ്ങൾക്ക് ചിരി തോന്നുന്ന ഒരു വിഷയം പറയുകയാണ് ഇവിടെ. അപ്പോൾ ഡോക്ടർ KJ യേശുദാസിന് നിരന്തരമായ വിമാനയാത്ര നടത്തിയതുകൊണ്ട് മുമ്പ് എയർ ഇന്ത്യയോ ഇന്ത്യൻ എയർലൈൻസ് ഒരു മെമൻറ്റോ കൊടുത്തതായിട്ടൊക്കെ പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് വാർത്താമാധ്യമങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിരന്തരം സർക്കാർ ബസ്സിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും അംഗീകാരമോ അവാർഡോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന ബന്ധപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ അതിനെ ബന്ധപ്പെട്ടവരോട് എൻ്റെ പേര് സൂചിപ്പിക്കുക. എന്നെപ്പോലെ മറ്റ് നിരന്തരം യാത്ര ചെയ്യുന്നവരെ കാണും. എങ്കിൽ നമുക്ക് അവാർഡ് വീതിച്ചെടുക്കാം സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.